ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് സീസൺ 2 ചാപ്റ്റർ 66ഉം 67ഉം ആണ്. കഴിഞ്ഞ എപ്പിസോഡില് ലൂക്കസ് ആർത്തറിന് നേരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് സമന്ത അവളുടെ സ്പെല്ല് ഉപയോഗിച്ച് ലൂക്കസിനെ അറ്റാക്ക് ചെയ്യുവാണ്. എന്നിട്ട് അവിടെ ലൂക്കസ് വീഴും. എന്നിട്ട് അവൻ എണീക്കുമ്പോ കാണുന്നത് അവർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി ആ മുൾച്ചെടികൾ കൊണ്ട് മൂടുന്നതാണ്. എന്നിട്ട് ലൂക്കസ് അവന്റെ ദണ്ടും പിടിച്ച് അവൻ എഴുന്നേക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സില് ഞാൻ വളരെ പ്രശസ്തമായ വൈക്കസ് ഫാമിലിയിൽ നിന്നും വരുന്നതാണ്. എലനോറിനെതിരെ സാപ്പിനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന കീ ഹൗസ് എന്ന നിലയിൽ എനിക്ക് എന്റെ കടമ ചെയ്തേ പറ്റൂന്ന് പറഞ്ഞിട്ട് ലൂക്കസ് ഇങ്ങനെ എഴുന്നേറ്റ് ആർത്തറിന് നേരെ അവന്റെ ദണ്ട് വെച്ചിരിക്കുവാണ്. ഞാൻ ജീവനോടെ ഇരിക്കാനും എന്റെ വംശാവലി കൈമാറാനെന്ന് പറഞ്ഞിട്ട് ഓർത്തറിന്റെ നേരെ ശക്തമായിട്ട് അവന്റെ ഫയർ എലമെന്റ് യൂസ് ചെയ്യുവാണ്. ഓർത്തർ തെറിച്ചു പോവുകയാണ് അവിടുന്ന്. അങ്ങനെ ഓർത്തറിന് വളരെ മോശമായ നിലയില് പൊള്ളലേക്കുവാണ്. അത് കാണുന്ന ജാസ്മിൻ എന്താ ചെയ്യാന്ന് അറിയാണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വരുവാണ്. അപ്പൊ ലൂക്കസ് പുറകോട്ട് പോ എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്റെ മേലെയും അവൻ അവന്റെ ഫയർ എലമെന്റ് യൂസ് ചെയ്യുവാണ്. അങ്ങനെ തീ കൊണ്ട് പൊള്ളലേറ്റ് വീഴാൻ പോകുന്ന ജാസ്മിനെ എലീജ രക്ഷിക്കുവാണ്. എന്നിട്ട് എലീജ നിന്നേന്ന് പറഞ്ഞിട്ട് അവന്റെ എർത്ത് സ്പെല്ല് യൂസ് ചെയ്യാൻ പോകുമ്പത്തേനും ലൂക്കസ് നീ ബുദ്ധിയില്ലാത്ത പോലെ ഒന്നും ചെയ്യാതെ അവർക്ക് സംഭവിച്ചതുപോലെ നിനക്ക് സംഭവിക്കണോ എന്ന് ചോദിക്കാണ് ലൂക്കസ്. അപ്പൊ എലീജ അവിടെ കിടന്ന് കാറുവാണ്, നീ എന്ത് പ്രാന്ത ഈ കാണിക്കുന്നത്? അപ്പൊ ലൂക്കസ് നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ ഉള്ള പോലെ സാധാരണക്കാരെ രക്ഷിക്കാൻ ഞാൻ റിസ്ക് എടുക്കുമെന്ന്? എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്ര സമയം ആ ബീസ്റ്റിനെ തടഞ്ഞു നിർത്തിയ ധീരരായ വീരന്മാരായി നിങ്ങൾ ചരിത്രത്തിൽ ഇടം നേടും. നിങ്ങളുടെ എല്ലാ ധീരമായ പ്രവർത്തികളെ കുറിച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാം എന്ന് പറയുമ്പോഴത്തേനും എലീജയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും ആ എൽഡർവുഡ് ഗാർഡിയൻ എലീജനെ അറ്റാക്ക് ചെയ്യുവാണ്. അങ്ങനെ അവനെ എണീക്കാൻ പോലും സാധിക്കാണ്ട് അവിടെ കിടക്കുവാണ്. എന്നിട്ട് തിരിച്ചു ആ മോൺസ്റ്റർ എലീജനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. എലീജ തീർന്നു എന്ന് പറഞ്ഞ് തന്നെ കിടക്കുവാണ്. അപ്പത്തേനും ബ്രാൾഡ് വന്ന് അവനെ രക്ഷിച്ചിട്ട് നീ കുട്ടികളോടാണോ കളിക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വാ എന്ന് പറയുവാണ്. എന്നിട്ട് ബ്രാൾഡ് എല്ലാ പവർ യൂസ് ചെയ്തിട്ട് ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് എലീജ എഴുന്നേറ്റ് ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാൾഡ് ആ മോൺസ്റ്ററിനെ രണ്ടായിട്ട് അങ്ങനെ കീറുവാണ്. പക്ഷെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ആ മോൺസ്റ്റർ ഭയങ്കരമായിട്ട് റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അത് കാണുന്ന റെജിനൽഡിന് ഭയങ്കര സങ്കടാവുകയാണ്. എല്ലാം ഇവിടെ വെച്ച് തീർന്നു എന്ന് തന്നെ കരുതുവാണ്. എന്നിട്ട് എലീജ ഓർത്തറിനെ വിളിക്കുവാണ്, നോട്ട്. അപ്പൊ പതിയെ ഓർത്തർ എണീക്കുവാണ്. ഭയങ്കരമായിട്ട് വായിന്ന് ബ്ലഡ് ഒക്കെ പോകുന്നുണ്ട്. അവനിങ്ങനെ ചുറ്റും നോക്കുവാണ്. അപ്പൊ ജാസ്മിന് അറ്റാക്ക് കിട്ടിയിട്ട് അവൾ അവിടെ കിടക്കുവാണ്. എന്നിട്ട് ഓർത്തർ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് വേറെ ചോയ്സ് ഇല്ല, പക്ഷെ ഞാനിതിപ്പോ ഉപയോഗിച്ചാൽ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് കാരണം ഞാൻ മരിച്ചു പോകുമോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഓർത്തർ സെൽവിയന്റെ ദേഹത്തുണ്ടായിരുന്ന യെല്ലോ മാർക്ക് പോലത്തെ അതേ മാർക്ക് ഓർത്തറിന്റെ ശരീരത്തിലും വരുവാണ്. എന്നിട്ട് ഓർത്തർ ഫേസ് 2 ഡ്രാഗൺസ് അവേക്കിംഗ്. പെട്ടെന്ന് ഓർത്തർ എലനോറില് വിരിയനുമായിട്ട് ട്രെയിനിങ് ചെയ്തതൊക്കെ ഓർമ്മിക്കുകയാണ്. ആദ്യം ഞാൻ അൺലോക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫേസ് അക്വയർ ആണ്. അത് സെൽവിയ പണ്ട് അവളെ പോലെയുള്ള ബീസ്റ്റിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ചെയ്തതുപോലെയുള്ള കാലത്തിനെയും സമയത്തിനെയും ഫ്രീസ് ചെയ്യുന്ന പോലത്തെ സ്പെല്ലാണത്. പക്ഷെ അത് ബോഡിയിൽ നിന്നും മാനാക്കോറിൽ നിന്നും ഒരുപാട് എനർജി അതിന് കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ശരീരത്തിലുള്ള ഊർജം മൊത്തമായിട്ട് നശിക്കും. പണ്ട് ഓർത്തർ ആ സ്പെല്ല് യൂസ് ചെയ്ത് ഫ്രീസ് ചെയ്യുന്നപ്പോഴത്തേനും ഓർത്തർ ബോധം കെട്ട് വീണിട്ടുണ്ടാവുക. പക്ഷെ രണ്ടാമത്തത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. കാരണം വിരിയൻ പതിറ്റാണ്ട് കൊണ്ട് നേടിയെടുത്തതാണ് ഓർത്തർ 2.5 വർഷം കൊണ്ട് നേടിയിട്ടുണ്ടാവുക. അതാണ് ഇന്റഗ്രേറ്റ് ഫേസ് എന്ന് പറഞ്ഞ ഓർത്തർ എണീറ്റ് നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ അവന്റെ ചുറ്റും പർപ്പിൾ കളർ പോലത്തെ ഓറ വരുവാണ്. പെട്ടെന്ന് അവിടെ സെൽവിയനെ കാണിക്കുവാണ്. സെൽവിയ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഒരു ബീസ്റ്റിനെ കൊന്നോണ്ടിരിക്കുവായിരിക്കും. എന്നിട്ട് സെൽവിയ പാപ്പാന്ന് വിളിക്കുവാണ് ഓർത്തറിനെ. എന്നിട്ട് സെൽവിയ അതിനെ അവിടെ ഇട്ടിട്ട് പറന്നു വരുവാണ്. ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓർത്തർ എനിക്ക് കുഴപ്പമില്ല സെൽവി, നീ ഇപ്പോ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാ നീ എനിക്ക് വേണ്ടിയിട്ട് ഹെൽസ്റ്റിയസ് ഹൗസിലേക്ക് പോണെന്ന് പറയുവാണ്. അപ്പൊ സെൽവിയ ഇല്ല ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ്. അപ്പൊ ഓർത്തർ സെൽവി പ്ലീസ് എന്ന് പറയുവാണ്. അപ്പൊ സെൽവിയക്ക് വേറെ വഴി ഉണ്ടാവില്ല. ഓക്കെ പാപ്പാന്ന് പറയുവാണ്. പക്ഷെ സൂക്ഷിച്ചു
സൂക്ഷിക്കണം. എന്നിട്ട് ഓർത്തർ ആ എൽഡർവുഡ് ഗാർഡിയന്റെ അടുത്തേക്ക് പോയിട്ട് കയ്യിൽ അവന്റെ പവർ എടുത്തിട്ട് വാ കളിക്കാം എന്ന് പറഞ്ഞ് അതിന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ഞാൻ എന്തായാലും വിരിയനെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ആദ്യമായിട്ട് എന്റെ ഇന്റഗ്രേറ്റ് ഫേസ് റിലീസ് ചെയ്തപ്പോ എന്നെ ബോധം കെടുത്തിയത് കൊണ്ട്, കാരണം ഇത് ഉപയോഗിച്ച ജീവനോടെ ഇരിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് ഓർത്തർ അവന്റെ മുഴുവൻ പവറും എടുക്കുവാണ്. പക്ഷെ അവന്റെ ബോഡി അത്രയും പവർ എടുക്കാൻ പാകത്തിനും വളർന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് അവൻ എടുത്ത പവർ മൊത്തം ഉപയോഗിച്ച് അതിനെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഓർത്തർ ഉപയോഗിക്കുന്ന എലമെന്റ് ഫയർ, വാട്ടർ, തണ്ടർ ആയിരിക്കും. ഓർത്തർ ആ പവർ മൊത്തം ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേനും അവന് നോക്കുമ്പോ ഒരു നൈറ്റ് മെയർ പോലെ ഉണ്ടാവും. പെട്ടെന്ന് അവന്റെ എല്ലാ ശക്തികളും ചോർന്നു പോയി അവൻ അവിടെ വീഴുവാണ്. അതേ സമയത്ത് സൈറസ് സിറ്റിയില് ഓർത്തറിന്റെ വീട്ടില് ആലീസും റെനോൾഡും എലനോറിനെ എടുത്തിട്ട് ഇവളെങ്ങനെയാണ് 8 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഇത്രയും കളിച്ച് ടയേർഡായി ഫ്ലോറിൽ വീണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് എലനോറിനെ കട്ടില് കിടത്തുകയായിരിക്കും. പെട്ടെന്ന് ആലീസിന് കൊടുത്തിട്ടുണ്ടാവില്ലേ ഒരു റിങ്, ഓർത്തറിന്റെ മാന പവർ ഡേഞ്ചറസ് ആയ ലെവലിൽ കുറയുമ്പോഴത്തേനും ഇന്റിമേറ്റ് ചെയ്യുന്ന ആ റിങ് പെട്ടെന്ന് ലൈറ്റ് കത്തുവാണ്. എന്നിട്ട് ആലീസും റെനോൾഡും വളരെയധികം പേടിച്ച് നിൽക്കുവാണ്. ഓർത്തറിന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാണ്ട് ഈ റിങ് ഇപ്പൊ പൊട്ടുന്നാണ് തോന്നുന്നത് എന്ന് റെനോൾഡിന്റെ അടുത്ത് പറയുവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ 67ാമത്തെ ചാപ്റ്ററും തീരുവാണ്. ഓർത്തറിന് ഇനി എന്ത് സംഭവിക്കും, അവൻ എങ്ങനെ ജീവനോടെ വരും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.